Good morning, Miss. Good morning, ma'am. 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 Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, പ്രെയർ ആരാണ്? ഞാനാണ് മാം. ഓക്കെ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall live in peace someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Then അടുത്തത് സൈനിൻ ആരാണ്? ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് അശ്വതി മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അശ്വതി മാമിന്റെ ക്ലാസ് ആണ്. നമ്മളെ അശ്വതി മാം പഠിപ്പിക്കുന്നത് പാർട്ട് 4-ലെ യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിലെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ് ആണ്. അതിലെ എക്സാം ഫീസ് വരെ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് യൂണിഫോം ഫീസ് ആണ് പഠിപ്പിക്കാനുള്ളത്. എല്ലാ ക്ലാസ് പോലെ ഇന്നും മാം നമ്മളെ നന്നായി പഠിപ്പിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അശ്വതി മാമിനും എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Then thought of the day? Ma'am, ഞാൻ ജെറൂഷ. ജെറൂഷ പറഞ്ഞോട്ടെ മാം. പറഞ്ഞോ. Good morning, ma'am, and good morning, my dear friends. I am Jerusha, and today I am going to share a thought by Mahatma Gandhi. Be the change that you wish to see in the world. I will repeat my thought. Be the change that you wish to see in the world. That means if we want everyone to be good, be nice, and live in peace, we must first start by doing it ourselves. We can help others, talk nicely, and be honest. That is how we bring real change. Let us all try to be a good example today. Thank you and have a lovely day ahead. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് നിങ്ങൾ വായിക്കുക കേട്ടോ, റീഡ് ചെയ്യുക. ടൂറുകളാണ്, ടൂർ ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ്. ഓക്കെ, ഒരു പേജ് വായിക്കുക കേട്ടോ.
മാം ഏത് പേജാന്ന് ഒന്നുകൂടി പറയോ? ടീച്ചർ 2 ആണോ? ക്ലിയർ ആവുന്നില്ല സൗണ്ട്. 164 ആണ് കേട്ടോ. 164. അതല്ല മാം. ഓക്കെ. ടീച്ചർ 2 ആണോ വിളിച്ചേ? എന്താ എക്കോ ആവുന്നോണ്ട് ഒന്നും കേൾക്കണില്ലായിരുന്നു. ടീച്ചർ 2 ആണോ വിളിച്ചേ? ടീച്ചർ ടൂർ വരുമെന്ന് റീഡ് ചെയ്ത് നിർത്തുക. ടൂർസ് ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ് തുടങ്ങി ടീച്ചർ ടൂർ വരെ കേട്ടോ. ഓക്കെ മാം. മാം ആ യൂണിഫോം ഫീസ് അതുകൂടെ ഉണ്ടായിരുന്നു യൂണിഫോം ഫീസ്. യൂണിഫോം ഫീസ് പറഞ്ഞു നിർത്തിയല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഇല്ല മാം പറഞ്ഞിട്ടില്ല. ഇല്ല, എക്സാം ഫീ വരെ ഓക്കെ. അതുകൂടി റീഡ് ചെയ്തോളൂ ഒന്ന്. റീഡ് ചെയ്ത് കഴിയുമ്പോ എല്ലാവരും ഒന്ന് തപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താണ് യൂണിഫോം ഫീസ്? ഒരാള് പറഞ്ഞേ, എന്താണ് യൂണിഫോം ഫീസ്? യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മള് വർഷത്തില് എക്കോ ഉണ്ടോ മാം? ഇല്ല, പറഞ്ഞോളൂ. നമ്മളെ സ്കൂൾ വൺസിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിക്കുന്ന ഫീ ആണ് യൂണിഫോം ഫീ. എക്കോണ്ട് ഉണ്ടല്ലേ? ആരാണ് വേറെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നേ? അതാരും കാണുന്നില്ല. ഒന്നും കൂടി പറഞ്ഞേ. ഓക്കെ മാം. എനിക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട് എക്കോ ഉള്ളത് മാം. അതെ അല്ലേ? മാമിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ? എന്റെ മ്യൂട്ട് ചെയ്യണോ? അതിൽ നിന്നാണെന്ന് തോന്നുന്നു മാമിന്റെ സൗണ്ട് വരുന്നത്. നോക്കട്ടെ, ഞാൻ മ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് കേക്കോ? മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അമൃത പറയാ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങുന്ന ഫീ ആണ് യൂണിഫോം ഫീ. ചില സ്കൂളിൽ അത് ജൂലൈയിൽ ആയിരിക്കും വാങ്ങുന്നത്. എന്തായാലും ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വാങ്ങുന്ന ഫീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഇതിനെ പറ്റിയിട്ട്. ഇത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുക്കാം. അതായത് പിന്നെ ഷൂസിനും ബെൽറ്റിനും എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീ ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്യിക്കും.
യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞാല് എന്താണ് ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കളക്ട് ചെയ്യുന്ന ഫീസാണ് യൂണിഫോം ഫീസ്. പിന്നെ ചില സ്കൂളുകളിൽ അത് ലേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാറുണ്ട്, ജൂലൈ മാസത്തിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഒരു പ്രാവശ്യമായിട്ടാണ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് കളക്ട് ചെയ്യുമ്പോൾ ടീച്ചർ എന്താണ് കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടും ചിലപ്പോൾ ഇത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെൽറ്റിനും അതുപോലെ തന്നെ ഷൂസിനും ഒക്കെ എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ് പേ ചെയ്യാറുള്ളതെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇതറിയാം, നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്ന ഒരു ഇതാണ്. നെക്സ്റ്റ് വൺ, ടൂർ ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ഫീസ്. ആരാ പറയാ? ഞാൻ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ആരാ പറയാ ടൂറിനെ കുറിച്ച്? ഞാൻ പറയാം മാം. ആ, റിറ്റ വർഗീസ് പറഞ്ഞോളൂ കേട്ടോ. ഇത് വായിക്കണോ? റീഡ് ചെയ്തിട്ടാണ് പറയണ്ടേ? ആ അതെ അതെ, റീഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. Tour functions and program fees. These are not fixed fees. According to the management, the teacher acts in this way. In some schools, they do not conduct any tours at all. Tours will be of 4 types. ഇത് ഒരിക്കലും ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാനേജ്മെന്റ് തീരുമാനിക്കണമെങ്കിൽ മാത്രം ടീച്ചേഴ്സ് ഇതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി. എല്ലാ സ്കൂളുകളിലും ടൂർ കണ്ടക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് 4 തരത്തിലാണ് ഈ ടൂറുകളെ തിരിച്ചിരിക്കുന്നത്. ജനറൽ ടൂറ്, അത് വായിക്കണോ? വേണ്ട വേണ്ട, അത് ഞാൻ പറഞ്ഞോളാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ടൂർ ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ്, അതായത് ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫീസ് അല്ല. ഓക്കെ, ആദ്യം തന്നെ പറയട്ടെ, ടൂർ എന്ന് പറയുമ്പോൾ, ടൂറിന്റെ ഫീസ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് അല്ല. മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് പോലെയാണ് ഒരു സ്കൂളിൽ ടൂർ നടത്തുന്നത്. ചില സ്കൂളുകളാണെങ്കിൽ ഒരു ടൂറും തന്നെ നടത്തില്ല. അവർ എവിടെയും കുട്ടികളെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കൊണ്ടുപോകാറില്ല. ടൂർ എന്ന് പറഞ്ഞ് ഒരു കാര്യമേ നടത്താറില്ല. പിന്നെ എന്താ പറയാ, നമ്മള് അതായത് റയർ ആയിട്ടാണ് നമ്മൾ ചില സ്കൂളുകൾ കാണുന്നത് അങ്ങനെ ടൂർ നടത്താത്തത്. മറ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളും എന്ത് നടത്താറുണ്ട്, ടൂറുകൾ കൊണ്ടുപോവാറുണ്ട്. അപ്പൊ 4 ടൈപ്പ് ടൂറുകളാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് ജനറൽ ടൂർ ഓർ ലോങ് ടൂർ ആണ്. നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ? സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടാവും, കോളേജിൽ നിന്ന് പോയിട്ടുണ്ടാവും, പോയിട്ടില്ലേ? It is for a long place arranged by the correspondent. Entire school is expected to participate once a year. അതായത് അവിടെയുള്ള മാനേജ്മെന്റ് അറേഞ്ച് ചെയ്യുന്ന ഒരു ടൂറാണത് ഈ ഒരു ജനറൽ ടൂർ എന്ന് പറയുന്നത്. ഇതൊരു ലോങ് പ്ലേസിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലെ? അതായത് 3, 4, 5 ദിവസത്തെ ട്രിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ചയൊന്നും വരാറില്ല, 4, 5 ദിവസം വരെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള ലോങ് ടൂർ പോവാറുണ്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന് പുറത്തോ മറ്റ് സ്റ്റേറ്റുകളിലോ ആയിട്ടാണ് ഇങ്ങനെയുള്ള ടൂറുകൾ പോവുക. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ സ്കൂളിലെ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ടൂറിന്. പിന്നെ 1 വർഷത്തിൽ ഒരിക്കലായിരിക്കും ഈ ടൂർ നടത്തുക. എപ്പോഴും നടത്തില്ല, മാസാമാസം ഒന്നും ഉണ്ടാവില്ല. 1 വർഷത്തിൽ 1 പ്രാവശ്യമായിരിക്കും ഈ ടൂർ കണ്ടക്ട് ചെയ്യുക. അപ്പൊ നമുക്കറിയാലോ. അപ്പൊ നിങ്ങളുടെ ടൂർ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ഒന്ന് എന്താ പറയാ, നമുക്കൊന്ന് ഓർക്കാം അതൊക്കെ. എത്ര പേര് ടൂർ പോയിട്ടുണ്ട്? ലോങ് ടൂർ? ഷംന, തനുജ, ആര്യ, രേഷ്മ, റിനി, ജീന, ഓക്കെ, ഐശ്വര്യ, എല്ലാവരും തന്നെ പോയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ബിനി രാജീവ് പോയിട്ടുണ്ട്. ആര്യയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ടൂറിന്റെ? എപ്പോഴാണ്, എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത് എന്ന് പറയാമോ ആര്യ? ഞാൻ പോയത് കോളേജിൽ നിന്നാണ്. ഒരു 3 ദിവസത്തെ ടൂറാണ് പോയത്. വയനാട് ഞങ്ങളുടെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് റെക്കോർഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു ടൂറാണ് ഉണ്ടായിരുന്നു. ഒരു സബ്ജക്റ്റ് തന്നു, വയനാട് ഞങ്ങൾക്ക് നിരീക്ഷിക്കുന്ന ടൂറാണ് തന്നത്. അപ്പൊ നല്ല രസമുള്ള ടൂറായിരുന്നു. നമുക്ക് നല്ല എന്താ പറയാന്ന് വെച്ചാൽ നമ്മുടെ കളികളും ചിരികളും പഠനവുമായി ബന്ധപ്പെട്ട ഒത്തിരി ക്ലാസ്സുകളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിലെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റി. പിന്നെ എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രസകരമായിട്ടുള്ള ടൂറായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്.
പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പം ഞങ്ങളെ സാറന്മാരും ടീച്ചർമാരും കൂടെ ഞങ്ങൾ ഒത്തിരി കെയർ ചെയ്യുകയും ഒത്തിരി സന്തോഷമുള്ള പാട്ടുകളും ഡാൻസുകളും ഒക്കെ കളിക്കും. നല്ല മിസ്സുമാരായിരുന്നു കേട്ടോ ഞങ്ങളെ പഠിപ്പിച്ചത്. ഒത്തിരി നല്ല മിസ്. അതായത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിസ് എന്ന് പറയുന്നത് ബിന്ദു മിസ് എന്നാണ് ഞങ്ങളുടെ മിസ്സിന്റെ പേര്. കോളേജിൽ ഞാൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ആർക്കിയോളജിയാണ് പഠിച്ചത് സബ്ജക്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിൽ അധികം പരിമിതികളില്ലാത്ത കുട്ടികളല്ലായിരുന്നു. അധികം ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളായിരുന്നു കൂടുതലായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ 17 പെൺകുട്ടികളും 9 ആൺകുട്ടികളുള്ള ക്ലാസ്സായിരുന്നു ഞങ്ങളുടെ ഏറ്റവും. പക്ഷെ ഞങ്ങൾക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് പലർക്കും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഈ ടൂറിന് ഞങ്ങൾക്ക് ഒരു അസൈൻമെന്റും ഞങ്ങൾക്ക് ഒരു റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മസ്റ്റായിട്ട് ഞങ്ങളോട് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകാനുള്ള ഇതായത്. ഞങ്ങൾ വീട്ടുകാരൊന്നും എന്നെ വിടില്ലായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ മസ്റ്റ് പിടിച്ച് കാല് പിടിച്ചിട്ടാണ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പോയത്. 1450 രൂപയായിരുന്നു ഞങ്ങളുടെ ഫീസ്. അപ്പൊ ഒത്തിരി ഫുഡും അതേപോലെ ഞങ്ങൾ ഈ പിള്ളേർക്ക് ബോറടിക്കാത്ത രീതിയിൽ ലാസ്റ്റ് ആയപ്പോൾ പിള്ളേരെല്ലാവരും കൂടി ഒരു പാട്ടൊക്കെ പാടി രസകരമായി 2 വണ്ടിയായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾക്ക് സിനിമയൊക്കെ കാണിക്കുകയൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു. നല്ല രസകരമായിട്ടുള്ള ടൂറാണ്. ഞങ്ങൾക്കൊരു നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ടൂറാണ്. ഞങ്ങളിപ്പം കൂട്ടുകാരായിട്ടാണ് അതിനെ പറ്റിയിട്ടൊക്കെ പറയും. ബസ്സിന്റെ മുകളിൽ ഇരുന്ന് ഫോട്ടോ എടുത്തതും മിസ്സുമായിട്ട് മിസ് ഞങ്ങളെ പൊക്കിയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തതും നല്ല രസമുള്ള ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. ഇത് വീട്ടിലെല്ലാവരും എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതേപോലെ ഞങ്ങളുടെ മിസ്സുമാരും സാറുമാരും ഞങ്ങളെ കെയർ ചെയ്തു. ഭയങ്കര രസകരമായിട്ടുള്ള ടൂറായിരുന്നു. ഇതും കല്യാണം ഞാൻ എൻ്റെ പിള്ളേരോട് പറയും. പിള്ളേർക്കത് പിന്നെ അമ്മ പോയിട്ടൊക്കെ ഉണ്ടോ, ഞങ്ങൾക്കത് അറിയില്ല. ഞാൻ ഫോട്ടോ കാണിച്ചിരിക്കുമ്പോൾ പിള്ളേർക്ക് ഇപ്പോഴും അതിശയമാണ്. അതെങ്ങനെ നിങ്ങൾ നടന്നേ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇനി ആരാ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ടൂറിന്റെ? റിൻഡാ? മാം, ഞാൻ ലോങ് ടൂർ ഒന്നും പോയിട്ടില്ല. പോയിട്ടില്ല? ഇല്ല, വൺ ഡേ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ഇതുപോലെ എൻജോയ് ചെയ്ത് ഫ്രണ്ട്സ് ഒക്കെ അടിച്ചു പൊളിച്ച് സ്ഥലങ്ങളൊക്കെ ചോദിക്കാം. ലോങ് ടൂർ പോയിട്ടുള്ളവരാരായത്? ഞാൻ പോയിട്ടുണ്ട് മിസ്സേ. രേഷ്മ പോയിട്ടുണ്ട്. എവിടെയാ പോയിട്ടുള്ളത്? എത്ര ദിവസം? ഞങ്ങള് 3 ദിവസം. ഞാൻ ഫസ്റ്റ് ടൂറ് പോയതാണ് എന്റെ 10th. ഞാൻ അതിന് മുൻപ് ടൂർ പോയിട്ടേ ഇല്ല, എവിടെയും പോയിട്ടില്ല. ഫസ്റ്റ് അതുകൊണ്ടാണ് എനിക്കത് ഇത്ര ഓർമ്മയില് നിക്കുന്നത്. 10th ക്ലാസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അല്ലേ നമ്മൾ എക്സാമിന് മുന്നേ പോകുന്നത്. അന്ന് പിന്നെ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത് പിന്നെ വാട്ടർഫോൾസ്, നമ്മൾ അതിരപ്പള്ളിയിലെ വാട്ടർഫോൾസ് കാണാനാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത്. ആ സമയത്ത് വെള്ളമെല്ലാം കുറവായിരുന്നു അവിടെ. അപ്പോൾ വെള്ളം കുറവുള്ള സമയത്ത് ആ വാട്ടർഫോളിന്റെ താഴെയുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകലുണ്ട്. അപ്പൊ നമ്മള് താഴെ പോയി നിന്നിട്ട് മേലോട്ട് നോക്കുമ്പോ അതിങ്ങനെ വീണാണ് ചെറിയ തുള്ളികളായിട്ട് ഇങ്ങനെ മേലേക്ക് തെറിക്കും, മഴ പാറുന്ന പോലെ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനത് ഒരിക്കലും മറക്കില്ല. ഫസ്റ്റ് ടൈം പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതായിരുന്നു. പിന്നെ ഊട്ടി അങ്ങനെ അടിയൊക്കെ പോയെ. പക്ഷെ എവിടെയെല്ലാം പോയാൽ ആ ഒരു കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൂറായിരുന്നു അത്. ഫ്രണ്ട്സിന്റെ കൂടെ, പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിന്റെ കൂടെ. എനിക്ക് നല്ല മൈഗ്രെയിന്റെ കംപ്ലൈന്റ് ഉള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ദൂരെ യാത്രയെല്ലാം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് എവിടെയും അങ്ങനെ ദൂരേക്കൊന്നും കൂട്ടിപ്പോയില്ല. എപ്പോ പോയി കഴിഞ്ഞാലും എനിക്ക് തലവേദന ഛർദിയും ഉണ്ടാകലുണ്ട്. പക്ഷെ ആ ടൂർ 3 ദിവസം പോയിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ലാതെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. ടാബ്ലറ്റും അങ്ങനെയെല്ലാം എടുത്തിട്ട് ടീച്ചേഴ്സിനോടെല്ലാം പറഞ്ഞിട്ടെല്ലാം പോയത്. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഒരു 1 ഡേ ഫുള്ള് ഫുഡ് കഴിക്കത്തില്ല, പെയിനായിട്ട് അങ്ങനെ തന്നെ കിടക്കും, ഛർദി ക്ഷീണം എല്ലാം ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് എവിടെ അങ്ങനെ ലോങ് ദൂരയാത്രയൊന്നും ഞാൻ പോകാറേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ പോയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. ഇനി ആരാണ് പറയാനുള്ളത്? ഞാന് എന്റെ ഒരു ലോങ് യാത്ര പോയത് പറയാം. നേപ്പാളിലാണ് ലക്ഷ്യമിട്ട് പോയത്. നേപ്പാളില് പോയി പറയുമ്പോ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ അങ്ങോട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഒരു 15 ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു. പിന്നെ തിരിച്ചു പോകുന്ന മഹാരാഷ്ട്ര, മുംബൈ ഫുള്ള് കവർ ചെയ്ത് ഒരു 15 ദിവസം അങ്ങനെ അവിടെ നിന്നു. ഡൽഹി അങ്ങനെയൊക്കെ ആയിട്ട്.
പോയത് ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയിട്ടാ പോയത്. ഒരു രക്ഷയില്ലാത്ത പോക്കിരുന്നത്. ആ 3 ദിവസം പിടിച്ച ട്രെയിനിൽ അവിടെ ഇറങ്ങണമെങ്കിൽ ആ 3 ദിവസം ഞാൻ അവിടെ നിന്ന് എണീറ്റിട്ടില്ല എന്ന് പറയാം. അത്രയും, അതായത് ഈ ഇന്ത്യക്കാരാണ് കംപ്ലീറ്റ്. അവരില്ല ലഗേജ് കംപ്ലീറ്റും ബക്കറ്റും അവിടെ ടോയ്ലറ്റിലടക്കം അവരിയ്ക്കാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ജനറൽ കമ്പാർട്ട്മെന്റ്. ഇങ്ങനെ വീഡിയോസ് കാണായിരുന്നു, ഇങ്ങനെ ലോങ് ജനറൽ കമ്പാർട്ട്മെന്റ് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് ജനറൽ കമ്പാർട്ട്മെന്റ് എടുത്തു പോയതാ. അയ്യോ, ഇനി ഒരിക്കലും പോയില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ നമുക്കിന്ന് ഈ 3 ദിവസമൊക്കെ അടുപ്പിച്ചിരിക്കുമ്പോ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനോ ഒന്നും പോകാതെ ഭയങ്കര ഇൻഫെക്ഷൻ ഒക്കെ ആയി എനിക്ക്. പിന്നെ ചെന്നൈക്കിന് ഞാൻ പിന്നെ വെള്ളം കൂടി നിർത്തി. അതായത് വെള്ളം കുടിക്കുമ്പോ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കലാ നല്ലത് വിചാരിച്ചു. നമ്മൾ ഇരുന്നോടത്തുനിന്ന് അവിടെ എണീക്കാൻ നമുക്കൊരു വകുപ്പില്ല. നമ്മൾ ഇരിക്കുന്നതിന് മുന്നിൽ വരെ അവർ ബക്കറ്റ് ഇട്ട് ഇരിക്കായിരുന്നു. എന്നിട്ട് അവരെ തമ്പാക്കും. അവര് കാണുമ്പത്തിന് എന്തോ കാര്യം അവര് ഇങ്ങനെ ചവച്ചരച്ചുകൊണ്ട് സ്മെല്ലും. അയ്യോ, നമ്മൾ നോർത്ത് ഇന്ത്യൻ അങ്ങോട്ട് പോയില്ല. നമ്മൾ ഈ കേരളം വിട്ട് പോകുമ്പോ പിന്നെ ഫുഡ് ആണെങ്കിലും ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ സ്കൂൾ തുറക്കേണ്ട വന്നിട്ട് ഞാൻ നാട്ടില് മോൾക്ക് ഈ ജൂണില് മോള് സ്കൂൾ തുറക്കാണ്, മതി ഇങ്ങോട്ട് പോരുന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോകുന്നതാ. ഓക്കെ. നമ്മൾ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോ. അതാണ് പ്രശ്നം. നമ്മുടെ ഞാൻ മാത്രമേ ലേഡീസ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ മാത്രം ഉണ്ടായിരുന്ന ലേഡീസ്. എന്നിട്ട് എന്നോട് പറഞ്ഞ എന്താ സോളോ ആയിട്ടാ പോയതുണ്ടായിരുന്നു. പിന്നെ കാലിക്കറ്റ് എത്തിയപ്പോ അങ്ങനെ തനിയെ പോണ്ടാണ്. എന്റെ 2 ഫ്രണ്ട്സ് ജോയിൻ ചെയ്തു, അവര് കണ്ണൂരിന്ന്. പിന്നെ കുറച്ച് പാക്കേജ് ടീം കിട്ടീന്, അവരെ കൂടെ അങ്ങനെ പോയി. നമ്മൾ എവിടെ പോയാലും മലയാളീസ് ഉണ്ടാവും, അതൊരു ഭാഗ്യമാണ്. എവിടെ ഏത് സ്ഥലത്ത് പോയാലും മലയാളീസ് ഉണ്ടാവും. നമ്മള് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തു. അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് എങ്ങനെ അറിയാം, എനിക്ക് ഹിന്ദി ഒന്നും വല്ലാണ്ട് അറിയൊന്നുമില്ല, തപ്പിപ്പിടിച്ച് പറയാന്നുള്ളൂ. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കണമെങ്കിലൊക്കെ അവരുടെ ഹെൽപ്പ് ചെയ്തു കുറെ കാര്യങ്ങളൊക്കെ. നമുക്ക് സ്റ്റേ ചെയ്യാനാണെങ്കിൽ നമ്മൾ 15 ദിവസത്തിനാണല്ലോ പോയത്. അപ്പൊ സ്റ്റേ ആണെങ്കിൽ നമുക്ക് കംഫർട്ട് ആകുമ്പോ കംഫർട്ട് ആയിട്ടുള്ള ഇത് ഡോർമെറ്ററി ആയിട്ട് ഇങ്ങനെ ലേഡീസ് ഓൺലിന്റെ ഉണ്ടാവും. അങ്ങനെയൊക്കെ അവർക്ക് എപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ. അവിടെ ഇങ്ങനെ ഒരു മലയാളീസ് ഫാമിലിനെ കിട്ടി, മുംബൈ ചെന്നിട്ട് പിന്നെ അവര് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരിക. അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്തത്. ഓക്കെ. ഇനി ആരാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്? മാം സ്കൂളിൽ നിന്നല്ലേ, സ്കൂളിൽ നിന്ന് ലോങ് ടൂറിന് വിട്ടിട്ടേ ഇല്ല. എന്റെ അച്ഛനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. 1 ഡേ ടൂറിന് കുറെ പ്രാവശ്യം പോയി. മാം എക്കോ ഉണ്ട് മാം? ഉണ്ടോ? ഒക്കെ ഉണ്ടോ? ഓക്കെ. അപ്പോ 1 ഡേ ടൂറിനൊക്കെ കുറെ പ്രാവശ്യം വിട്ടിട്ടുണ്ട്, പക്ഷെ ലോങ് ടൂറിന് വിട്ടിട്ടേ ഇല്ല. ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും കൂടി ബാംഗ്ലൂരേക്ക് പ്ലാൻ ചെയ്ത് കോളേജിൽ നിന്ന് ബാംഗ്ലൂരേക്കാണ് ടൂർ പോകുന്നത്. പക്ഷെ എന്റെ അച്ഛൻ സമ്മതിച്ചേ ഇല്ല, ഭയങ്കര പേടിയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ്, പക്ഷെ കറക്റ്റ് ടൈമിൽ എന്റെ വല്യച്ഛൻ മരിച്ചുപോയി ആ സമയത്ത്. അപ്പൊ പിന്നെ നിർബന്ധിക്കേണ്ടൊന്നും വന്നില്ല. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ എന്നും ബാംഗ്ലൂർ തന്നെയാ. അപ്പൊ ഇപ്പം ആ വിഷമമൊന്നുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാട്ടോ, നിങ്ങളുടെ ഓർമ്മകൾ പുതുക്കാം. കേട്ടോ? പറഞ്ഞോളൂ അജിത, പറഞ്ഞോളൂ. ഫസ്റ്റ് ടൈം 1 ഡേ ടൂറാ പോയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം സ്കൂൾ ടൈമിൽ പോയിട്ടുണ്ട് 3 days വയനാട്, പിന്നെ അതുപോലെ വീഗാലാൻഡ് ഫസ്റ്റ് ടൈം ഒക്കെ പോയി. നല്ല അനുഭവമായിരുന്നു. 9th പഠിക്കുമ്പോഴാ. പിന്നെ കോളേജ് ടൈമിൽ പോയിട്ടുണ്ട് വയനാട്, പിന്നെ ഇവിടുത്തെ ഹെറിറ്റേജ് മ്യൂസിയം. നല്ല അനുഭവമായിരുന്നു. പിന്നെ അതിനുശേഷം DLED ചെയ്തുകൊണ്ടിരുന്നപ്പോ ടീച്ചേഴ്സുമായിട്ടൊക്കെ DLED ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തമിഴ്നാട്, സുന്ദരപാണ്ഡ്യപുരം, സൂര്യകാന്തി ഗാർഡൻ, അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. ഇത്രേ ഉള്ളൂ.
മാം ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഓർത്തിരിക്കാൻ പറ്റിയ ഒരു അനുഭവം എക്കോ വരുന്നുണ്ട്. എന്താണ് കേട്ടില്ല? എക്കോ എനിക്ക് തന്നെ പറയാൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഇത് മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാന് ഓൾ കേരള കമ്മ്യൂണിറ്റി ട്രാവൽ കമ്മ്യൂണിറ്റിയുടെ മെമ്പറാണ്. ഞാൻ എന്റെ പാഷൻ എന്ന് പറയുന്നത് തന്നെ ട്രാവലാണ്. റൈഡ് പോയതുകൊണ്ടാണ്. അപ്പോൾ ഞാനും എൻ്റെ ഇച്ചിരി ഫ്രണ്ട്സുകളും കൂടി പോയപ്പോൾ അതിലൊരു ഫ്രണ്ട്സിന് ട്രാവൽ മുഖേന കല്യാണം നടന്നൊരു കഥ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇതുപോലെ വയനാട് പോയതായിരുന്നു ഞങ്ങള്. അപ്പൊ ഇച്ചിരി മഴ പെയ്തു. അപ്പൊ ഞങ്ങള് മഴ പെയ്തപ്പോ എല്ലാരും അവിടെ ഇവിടെ ആയിട്ട് കയറി. അപ്പൊ ഞാനും എന്റെ വേറൊരു ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങളെ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി. അപ്പൊ അവര് ഞങ്ങൾക്കൊരു ഫോട്ടോ ഇട്ടു തന്നു. അവര് കടയിൽ കയറി ചായ കുടിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ എടുത്തൊന്നും കടകളും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ചായ വേണം ചോദിച്ചു. ഈ ഒന്ന് ആക്ട് ചെയ്യോ ചോദിച്ചു ആറിന്. അപ്പൊ ഞാനിങ്ങനെ തലവേദനിക്കുന്ന വയറൊക്കെ ആയപ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി. അതിന്റെ കുറെ വയസ്സായ ആൾക്കാർ എന്താ അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു അവർക്ക് തലവേദനക്കാണ് ഇച്ചിരി ചൂടുവെള്ളം എവിടുന്നേലും കിട്ടുമോ ചോദിച്ചു. അപ്പൊ ആദ്യത്തെ ഒരു ഏട്ടൻ പറഞ്ഞു എന്റെ വീട് ഇതിന്റെ പിറകിലാണ് വായോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. ചൂടുവെള്ളത്തിന് കയറിയതാണ്. പിന്നെ അവിടെ ഭയങ്കര സൽക്കാരായി, ചായയായി, പലഹാരങ്ങളായി, അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പൊ അവിടെ ഒരു കുട്ടിനെ കണ്ടു. അവരെ മോന്റെ മോളാണ്. അപ്പൊ ഇവന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ ആ കുട്ടീനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു കുറെ അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവനെ അങ്ങനെ കല്യാണം കഴിച്ചപ്പോ ഇപ്പോഴേ കഴിച്ചത് 2 വർഷം മുന്നേ കണ്ടു വെച്ചു. അന്ന് കുട്ടി 10ാം ക്ലാസ്സിൽ ഏജ് ആയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ ഏജ് ആയിട്ട് ഇപ്പൊ അവന് കെട്ടിയ കൊച്ചിന് അത് ഈ വയനാട് ഭാഗത്ത് നിൽക്കുന്നവര് ഈ പാടി എന്നൊക്കെ പറയില്ലേ, ഐ മീൻസ് തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ്. അപ്പൊ മുസ്ലിംസിലാണെങ്കിലും അവര് കുറച്ച് വലിയ ഹൈ ടീമാണ്. അവര് ഇച്ചിരി ഇല്ലാതെ റെന്റിനൊക്കെ നിൽക്കുന്ന ഒരു ഫാമിലി കുറെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സോൾവ് ചെയ്ത് എന്തെന്നെയാണെങ്കിലും അവൻ അവളെ തന്നെ കല്യാണം കഴിച്ചു. ഞാൻ എവിടെ ഇപ്പൊ ഞങ്ങളെ ട്രാവലിന്റെ കമ്മ്യൂണിറ്റി ഞങ്ങളെ മെമ്പേഴ്സിന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എവിടെയാണെങ്കിലും ഈ ഫസ്റ്റ് ഈ ഒരു ഇതെടുത്തിടും. എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചതാണ് ഈ അവന്റെ കല്യാണം. അങ്ങനെ ഒരു യാത്രയിൽ അവനെങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ഇത്. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? Anyone? ഇല്ല. ഇത്രയും പേരെ ടൂർ പോയിട്ടുള്ളൂ അല്ലേ? ആണോ? ഉള്ളതാണോ? ഇത്രയും പേര് പോയിട്ടുള്ളോ? അങ്ങനെ ടൂറ് പോയിട്ടുണ്ട് ഫാമിലിയോടൊപ്പം അല്ലേ? ഓക്കെ ഓക്കെ. ഈ നമ്മള് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ പോകുന്നത് ഒരു ഓർമ്മയല്ലേ? നമുക്ക് ഇനി അങ്ങനെ പോവാൻ പറ്റുമോ? കഴിഞ്ഞ കാലമല്ലേ അല്ലേ? ഒരിക്കലും പോവാൻ പറ്റില്ല അല്ലേ? നീ ഇല്ല. അതൊരു കാലമായിരുന്നു അല്ലേ? നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ ചിലപ്പോ നമുക്ക് ഇപ്പോഴായിരിക്കും തിരിച്ചറിയുന്നത് അല്ലേ? അന്ന് ചിലപ്പോ നമ്മൾ അതിന്റെ വാല്യൂ ഓർത്തിട്ടുണ്ടാവില്ല അല്ലെ? ശരിയല്ലേ? പഠിക്കുന്ന സമയത്ത് പഠിപ്പിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ സമയത്തിന് ആ ഒരു പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ ഒന്നും നമ്മൾ അന്ന് ഓർത്തിട്ടുണ്ടാവില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ജീവിതം പ്രാരാബ്ദങ്ങളിലേക്കൊക്കെ കടക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു വിലപ്പെട്ട സമയത്തെ കുറിച്ച് അറിയുന്നത് അല്ലെ? എന്റെ ലൈഫില് ഞാന് ഒരു കുട്ടിയുണ്ട്. ടീച്ചർ മോണ്ടിസോറി പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തത്. ടീച്ചറാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അവളെന്നോട് പറയാണ്, എടി നമ്മുടെ കല്യാണം, പക്ഷെ എന്നാലും നമുക്ക് ഒന്നും കൂടെ കോളേജ് ഉണ്ടായി നമുക്ക് ഒന്നും കൂടെ എൻജോയ് ചെയ്യായിരുന്നു എന്ന് എന്നോട് ഇപ്പോഴും പറയും. അപ്പൊ എന്റെ ലൈഫില് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ടൂറ് പോകുന്നത്, ആദ്യമായിട്ടെന്ന് പറഞ്ഞാല് ഒരു ലോങ് ടൂർ പോകുന്നത്, അതും കേരളത്തിന് പുറത്തോട്ട് ആദ്യമായിട്ട് പോകുന്നത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ്. ഞാൻ പഠിച്ച കോളേജ് എന്ന് പറയുന്നത് ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജാണ്. അവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ പഠിച്ചത്. മലയാളമായിരുന്നു എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത്.
അപ്പോ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ഞങ്ങള് കുറച്ച് ഫിനാൻഷ്യൽ ബാക്ക്വേർഡ്, അതായത് ഞാൻ, അമ്മയുണ്ട്, എനിക്കൊരു അനിയത്തിയാണ്, ഞങ്ങൾ 2 പെൺകുട്ടികളുമാണ്. അമ്മ കഷ്ടപ്പെട്ടാണ് ഞങ്ങള് വളർത്തിയത്, അച്ഛനില്ല. അപ്പൊ ആ സമയത്ത് ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. ഫിനാൻഷ്യലി, അതായത് ആ സമയത്ത് ഫീസ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. 2 സ്ഥലത്തേക്കാണ് പോവുക. ഒന്ന് മൈസൂരിലേക്ക് പോകും, 2 കൊടകിലേക്ക് പോകും. ആ 2 സ്ഥലത്തേക്കാണ് ടൂർ കൊണ്ടുപോവുക. അപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ HOD നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നത്. കാരണം സിസ്റ്റേഴ്സ് നടത്തുന്ന കോളേജാണ്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോളേജിനെ പറ്റി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ട്. സേവിയേഴ്സ് കേട്ടിട്ടുണ്ട് അല്ലെ? സിസ്റ്റേഴ്സ് നടത്തുന്ന കോളേജ്. അപ്പൊ എല്ലാവർക്കും നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാവരെയും പങ്കെടുപ്പിക്കണം. ആരും തന്നെ പോകാതിരിക്കാനായിട്ട്. എന്തെങ്കിലും തീരെ നിവൃത്തിയില്ലാത്തവരെ മാത്രം എന്താണ് മാറിക്കോളൂ, ആ ഒരു രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പൊ ഞാൻ മാറി നിന്നു. കാരണം എന്താണ്, നമ്മുടെ ഇത്രയും പൈസ ഇല്ല കൊടുക്കാനായിട്ട്. കാരണം അത്രയും പൈസ നമുക്ക് ഒപ്പിക്കാനും പറ്റില്ല. പിന്നെ പോകുന്നതിന്റെ ചെലവ് നമുക്ക് വെറുതെ ഒന്നും പോകാൻ പറ്റില്ല. കയ്യിൽ എന്തെങ്കിലും പൈസ വേണമല്ലോ പോകുന്നതിന്. അപ്പോ ഇത് പറഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നമുക്ക് നീ ഇങ്ങനെ പോരല്ലേ, അതായത് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ, നമുക്ക് നോക്കാം, ആലോചിക്കാം, നമുക്ക് മിസ്സിനോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മിസ്സിനോട് ചെന്ന് പറഞ്ഞു. അപ്പൊ മിസ് HOD പറഞ്ഞു, അശ്വതി പൈസ ഇല്ലാത്തതുകൊണ്ട് പോവാതിരിക്കണ്ട, നമുക്ക് എന്തായാലും പോകാം, സമയമാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയമായപ്പോ ഈ എന്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സും കൂടിയൊക്കെ ഷെയർ ചെയ്തിട്ടാണ് എന്നെ ടൂറിന് കൊണ്ടുപോയത്. 2 സ്ഥലത്തേക്കാണ് പോയത്. അപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. മൈസൂർ പാലസ് കണ്ടു, അതുപോലെ തന്നെ ിലുള്ള കുറെ സ്ഥലങ്ങൾ, കുതിരത്തോട്ടങ്ങൾ കണ്ടു. പിന്നെ അവിടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട്, അതൊക്കെ കണ്ടു. അങ്ങനെ 4 ദിവസത്തെ ടൂറായിരുന്നു. 4 ദിവസത്തെ ടൂറിന് ശേഷം നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. കാരണം ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടില്ല. കാരണം എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്റെ ടീച്ചേഴ്സ് കാരണമാണ് ഞാൻ ആ ഒരു ടൂറിന് പോയത്. അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ ലൈഫില് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അന്ന് അതിനുശേഷം പിന്നെ ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാല് ഇങ്ങനെ ലോങ് ടൂർ ആയിട്ടൊന്നും പോയിട്ടില്ല. ചില അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട്, മംഗലാപുരം വരെയൊക്കെ പോകാറുണ്ട്, കണ്ണൂര് പോകാറുണ്ട്. അത് എപ്പോഴും 6 മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെയൊക്കെ പോകാറുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു അതായത് ഈ ഒരു ഫീലിങ്ങോട് കൂടി അല്ലെങ്കിൽ ഇത്ര നാളെടുത്തിട്ട് ഇതുവരെ പോയിട്ടില്ല. നിങ്ങളോട് അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഷെയർ ചെയ്തതായിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്തത് നോക്കാം. ലോക്കൽ ടൂർ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, a place within the town like zoo, botanical garden, circus, child film, etc. സ്കൂളിൽ നിന്ന് 1 day ടൂർ പോയിട്ടുണ്ടോ ആരെങ്കിലും? ലോക്കൽ ടൂർ പോയിട്ടുണ്ടോ? എല്ലാവരും തന്നെ പോയിട്ടുണ്ട് അല്ലേ? എവിടേക്കൊക്കെയാ പോയിട്ടുള്ളത്? അതിരപ്പള്ളി പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്, മൂന്നാർ പോയിട്ടുണ്ട്, ഫോർട്ട് കൊച്ചി, അടവി ടൂറിസം, കുമളി പോയിട്ടുണ്ട്, വണ്ടർലയിൽ പോയിട്ടുണ്ട്. വണ്ടർല അങ്ങനെ പല സ്ഥലങ്ങളിൽ ആതിരപ്പള്ളി കാലച്ചാലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊരു എന്താ പറയാ, നമ്മുടെ ലോക്കൽ, അതായത് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ അടുത്തുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ അധികം ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് ചിലപ്പോൾ നമ്മൾ പോകാം, ചിലപ്പോ മറ്റു പല ജില്ലകളിലേക്ക് പോവാം. അപ്പോ ഇതെന്ന് പറയുന്നത് ഒരു സൂയിലേക്കാവാം, അല്ലെങ്കിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാവാം, അല്ലെങ്കിൽ സർക്കസിന് കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഫിലിമിന് കൊണ്ടുപോകുന്നതായിരിക്കാം ഈ ലോക്കൽ ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അതായത് കുഴപ്പമില്ലല്ലോ, പറയുന്നോണ്ട് പറയാലോ? അതായത് ഞാൻ ആദ്യമായിട്ട്, അതായത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 1 തുടങ്ങി 7 വരെ ഞാൻ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുവരെ ഞാൻ എവിടെയും പോയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ലോങ് ടൂർ പോയൊരു
എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഷെയർ ചെയ്തത്. ആദ്യമായിട്ട് ഒരു അസംബ്ലി വിളിച്ചു കൂട്ടുകയാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ. അപ്പൊ എല്ലാ പിള്ളേരും ഉണ്ട്. അപ്പോ എന്താണെന്ന് ചോദിച്ചപ്പോ അതായത് ഒരു പ്രെയർ ഒക്കെ കഴിഞ്ഞ് അതുപോലെ പ്ലഡ്ജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡ് കാണാനാണ് പോകുന്നത്. പോർട്ട് ഉണ്ടല്ലോ, കൊച്ചി പോർട്ട്, അത് കാണാനാണ് പോകുന്നത്. അവിടെ പോകുന്നവർ എത്ര പേരുണ്ട്, പോകുന്നവര് താല്പര്യമുള്ളവര് ഒരാഴ്ചക്കുള്ളില് 130 രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. കാരണം എറണാകുളം ജില്ലയിൽ തന്നെയാണെങ്കിൽ നമ്മൾ കൊച്ചി പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എല്ലാവരും തന്നെ വീട്ടിൽ പോയി പറഞ്ഞു, ഞാനും പറഞ്ഞു. അപ്പൊ അമ്മയോടല്ല പറയുന്നത്, എന്റെ അമ്മയുടെ അച്ഛനുണ്ട്. അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്ക് ഇങ്ങനെ പോണം, ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, 130 രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അപ്പൊ പൊയ്ക്കോ, നല്ലൊരു ആഗ്രഹമല്ലേ. അന്ന് 130 രൂപക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അങ്ങനെ ഒരു 13 10ന്റെ നോട്ടാണ് അച്ഛനെ എനിക്ക് എടുത്തത്. ഇപ്പോഴെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് ടീച്ചറെ പൈസ ഏൽപ്പിച്ചു. അപ്പൊ എന്നോടൊപ്പം തന്നെ പല പിള്ളേരും ഉണ്ടായിരുന്നു. എല്ലാവരും പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് ടൂറിന് ഒരു എന്താ പറയാ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ടൂർ പോകുന്നത് പിറ്റേ ദിവസമാണ്. തലേ ദിവസം വീണ്ടും ഒരു അസംബ്ലി ചേർന്നു. അസംബ്ലി വീണ്ടും വിളിച്ചു കൂട്ടി HM. അപ്പൊ ഞങ്ങൾ ഓർത്തു കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കരുതണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും വിചാരിച്ചു. പക്ഷേ ഇതാണ് പറഞ്ഞത്, ടൂർ ക്യാൻസൽ ചെയ്യാണ്, അവിടെ എന്തോ പ്രശ്നമുണ്ട്, നമ്മൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൈസ ക്ലാസ് ടീച്ചർ തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഓർത്ത് നോക്കിയേ, എത്ര വിഷമം ഉണ്ടാകും ഇല്ലേ? ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട്, നമ്മൾ ഡിഫൻസ് മെക്കാനിക്സിൽ പഠിക്കുന്നില്ല, ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാത്തൊരവസ്ഥ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങോട്ട് പ്രവേശനം ഇല്ല. അപ്പൊ അത് ആ ടൂർ അങ്ങനെ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം പിന്നീട് അതായത് ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഈ സ്കൂളിൽ നിന്ന് തന്നെ, സെയിം സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി. ചിലപ്പോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. കണ്ടിട്ടുണ്ടോ? മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടിട്ടുണ്ടോ? തിയേറ്ററില് നമ്മുടെ കണ്ണടയൊക്കെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ കണ്ണടയൊക്കെ തന്നിട്ടാണ് നമ്മുടെ തിയേറ്ററിൽ 3D ആ ഒരു ഇത് തന്നിട്ടാണ് ഞങ്ങളെ അവിടെ ഇരുത്തിയത്. അങ്ങനെ പണ്ട് ജീപ്പൊക്കെ ഉണ്ടായിരുന്നു, ജീപ്പിനായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും തന്നെ ഈ ചൈൽഡ് ഫിലിമിനെ കൊണ്ടുപോയി. അപ്പൊ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. കാരണം ഇത് കുറെ കാര്യങ്ങൾ, അതായത് സിനിമയാണെങ്കിൽ നമ്മൾ TV-യിൽ കാണുന്നത് പോലെ അല്ലല്ലോ, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ളതല്ലേ കാണാൻ പറ്റുന്നത്. അപ്പൊ എന്റെ ഒരു ലൈഫിൽ എന്ന് പറഞ്ഞാല് ഞാൻ ആകെ ഒരു ലോക്കൽ ടൂർ പോയത് ഈ ഒരു സ്ഥലത്തേക്കാണ്, ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കാണാനായിട്ടാണ് പോയത്. അതുപോലെ തന്നെ ലോങ് ടൂർ പോയത് കോളേജിൽ. അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? മൂന്നാർ, ആവടി, ഇക്കോ ടൂറിസം അല്ലെ, അവിടെയൊക്കെ പോയിട്ടുണ്ട് അല്ലെ? മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? മറക്കാനാവാത്തത് യാത്രകളെല്ലാം മറക്കാനാവാത്തതായിരുന്നു. ആണല്ലേ, അത് ശരിയാണ്, യാത്രകളെല്ലാം മറക്കാൻ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ചില യാത്രകളുണ്ടോ, ഒരിക്കലും നമുക്കൊന്നും മറക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ചില പ്രസൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളുടെ സ്പെഷ്യാലിറ്റി കൊണ്ടായിരിക്കാം, അതൊക്കെ നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തതാണ്. ലിൻസി, എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് ലിൻസി ആണോ പറഞ്ഞത്? അല്ല മാം, അല്ലല്ല, ഞാനല്ല. അസ്മിയാണോ? ആരാ ഇപ്പൊ പറഞ്ഞത്? ശരണ്യാണോ? ആർക്ക് വേണം പറയാം കേട്ടോ. സൽമ പറഞ്ഞോളൂ. ഫസ്റ്റ് എന്റെ ടൂർ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഞങ്ങൾക്ക് 1ാം ക്ലാസ് മുതൽ അന്ന് സഞ്ജയിക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ എനിക്ക് അച്ഛനില്ലായിരുന്നു, ഞങ്ങൾ 3 മക്കളാ. അപ്പൊ ഉമ്മ പണിയെടുത്തിട്ടാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇതുവരെ ടൂറിനൊന്നും വിട്ടില്ല. അപ്പം ഞങ്ങൾ ഇവിടെ കണ്ണൂര് തന്നെ, അന്ന് സർക്കാർ തല്ലില്ല സമയം. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ നീ സഞ്ജയികയിലെ ബുക്ക് പൈസ എടുത്തിട്ട് നീ പൊക്കോ. അന്ന് 600 രൂപ 10 രൂപ 10 രൂപ 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെ ഇട്ട പൈസ അത്. അപ്പൊ അതെടുത്തിട്ടായിരുന്നു എന്റെ ഫസ്റ്റ് ടൂർ. അപ്പൊ
സർക്കസ് എല്ലാം ഉള്ള സമയം. അപ്പൊ ആനന്റെ ബോള് കളിക്കുന്ന ആ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്. പിന്നെ ഇവിടെ എന്താ പറയാ മീനിനെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതേപോലെ പറശ്ശിനിക്കടവ് അമ്പലം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പയ്യാമ്പലം ബീച്ചിൽ ഇരുന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ആ സൺസെറ്റ് കണ്ടുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കല്, അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴും അത് ഓർമ്മയുണ്ട് എനിക്ക്. മാം ഇനി ഞാൻ പറയാം മാം ഒരു എക്സ്പീരിയൻസ്. ഞാൻ 7ൽ പഠിക്കുമ്പോഴായിരുന്നു ഫസ്റ്റ് ഇതുപോലെ ലോക്കൽ ടൂർ പോയത്. അത് ഞങ്ങളുടെ ഇവിടുന്ന് ഇടുക്കി അടുത്താണ്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഭാഗമാണ്. ഇവിടുന്ന് ഇടുക്കി ജില്ലയിൽ കൊണ്ടുപോയി. ഞങ്ങളെ കൊണ്ടുപോയത് ആദ്യം മറ്റേ തേക്കടി പോയി. തേക്കടി പോയിട്ട് ഞങ്ങൾ തിരിച്ച് അമ്മച്ചി കൊട്ടാരം, കുട്ടിക്കാനത്ത് അമ്മച്ചി കൊട്ടാരമുണ്ട്. ഇന്ദ്രിയം സിനിമയൊക്കെ ഷൂട്ടിങ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് അതിനിടയ്ക്ക് ഇടുക്കി ഡാമൊക്കെ കാണാൻ പോയായിരുന്നു. അവിടുന്ന് വേണ്ടി ഈ പൂക്കളൊക്കെ പറിച്ചപ്പോഴത്തേക്കും എന്തോ ചവന്നാർ പൂവെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പൂവുണ്ട്. എനിക്ക് അതിന്റെ സ്മെല്ല് അടിച്ചിട്ട് തന്നെ വൊമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും മണപ്പിക്കലും അങ്ങനെ ഇങ്ങനെ വരുമായിരുന്നു. ഇവിടെ വന്നിട്ട് അമ്മച്ചി കൊട്ടാരത്തിൽ വന്നിട്ട് യൂറിൻ പാസ് ചെയ്യണം. ടീച്ചർ പറഞ്ഞു ഒരു വലിയ മരം കാണിച്ചു പറഞ്ഞു. അതിന്റെ പുറകിൽ ഞങ്ങളൊരു 5 പെണ്ണുങ്ങളേ ഉള്ളൂ. ഞങ്ങൾ അതിന്റെ പുറകിൽ നിന്ന് യൂറിൻ പാസ് ചെയ്തോളാൻ പറഞ്ഞു. അത് യൂറിൻ പാസ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ ഒരു പെണ്ണ് പറയാം, എടീ ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ, ഇതിന്റെ അകത്ത് ആണി തറച്ചിട്ട് അവൾ അവളുടെ ആണി ഊരിയെടുക്കുന്ന ഇവിടെയാണെന്ന് തോന്നുന്നു പറഞ്ഞ് ഭയങ്കര പേടി. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ അത് പറഞ്ഞ് രാത്രി മൊത്തം ഭയങ്കര ചിരിയൊക്കെയായിരുന്നു. നല്ല രസമുള്ളൊരു മൊമെന്റ് ആയിരുന്നു. പിന്നീട് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് കുട്ടിക്കാനത്തായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയി, ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേ കാര്യം തന്നെ ഓർമ്മ വന്നു. അങ്ങനെ പറഞ്ഞില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാം. മാം ഞാൻ പോയിരിക്കുന്നത് എന്റെ ഓർമ്മയില് LKG ആ ടൈമിലാണ് ഞാൻ പോയിരിക്കുന്നത്. പക്ഷെ സ്ഥലങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവിടെ പോയ സ്ഥലങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ഏത് സ്ഥലമാണെന്ന് ഓർമ്മയില്ല. പക്ഷെ സ്ഥലങ്ങള് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന്, അന്ന് അത്രയും ഓർമ്മ കിട്ടുന്ന ഒരു പ്രായമല്ലല്ലോ LKG UKG എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ചെറിയ ഓർമ്മയിൽ അതിങ്ങനെ വരുന്നുണ്ട്. ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഒരുമിച്ചിരിക്കുന്നതും ഒരു മ്യൂസിയം പോലുള്ള സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്നതും. വരുന്ന വഴിക്ക് ഞാനൊരു കോൺവെന്റിലാണ് പഠിച്ചത്. LKG UKG മാത്രമേ ഞങ്ങൾക്ക് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. ഞങ്ങൾ ആ കോൺവെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങള്. ആ ഫ്രണ്ട്സ് ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവര് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7ാം ക്ലാസ് വരെ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതിൽ ഒട്ടുമിക്ക സ്റ്റുഡൻസും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് തിരിച്ചു വരുന്ന വഴിക്ക് അതിലൊരു സിസ്റ്റർ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാലത്തിന്റെ മീതെ സൈഡാക്കിയിട്ട് സിസ്റ്ററിന് വൊമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൈഡാക്കി നിൽക്കുന്നതും 2 സിസ്റ്റർമാർ പുറത്തേക്ക് ഇറങ്ങുന്നതും അതൊക്കെ ഇപ്പോഴും എന്റെ ഓർമ്മയിൽ നന്നായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോകുന്നത് പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതൊരു പഠനയാത്രയായിരുന്നു. അത് എങ്ങോട്ടാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. പക്ഷെ അന്ന് ആ ടൈമിൽ ഞാൻ പോയിരുന്നപ്പോ ആദ്യമായിട്ടാണ് ഞാൻ ഈ ടെസ്റ്റ് ട്യൂബ് ശിശുക്കള് നമ്മൾ ഇങ്ങനെ ലിക്വിഡില് വെക്കുമല്ലോ, അങ്ങനെ അന്ന് കുറെ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനയാത്രയായിരുന്നു അത്. അപ്പൊ ഞങ്ങളന്ന് പോയപ്പോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കുട്ടീനെ നമ്മള് സാധാരണ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് ജനിച്ച് പ്രസവിച്ച് വരുമ്പോ കാണുന്ന ആ ഒരു കുട്ടികളല്ലല്ലോ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് പറയുമ്പോൾ ചെറുതാണ്. അപ്പൊ അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്ക്. ഞാനപ്പൊ വീട്ടിൽ വന്ന അച്ഛനോടും അമ്മനോടൊക്കെ പറഞ്ഞു, അമ്മ അവിടെ കുഞ്ഞു ആവനെ കുപ്പിയിലിട്ട് വെച്ചിരിക്കും, കുഞ്ഞു കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അത് പല സൈസിൽ ഇങ്ങനെ ലിക്വിഡില് കുറെ അതിന്റെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഓരോ സ്റ്റേജിലായിട്ട് ഇങ്ങനെ കുപ്പിയിലിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ എനിക്കത് ആദ്യം കണ്ടപ്പോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. പിന്നെ എനിക്ക് വിഷമായി. ഈശ്വര, ഇങ്ങനെ അയ്യോ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇടുവോ, അത് എന്ത് പറ്റിയതായിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് ആ ഒരു പ്രായത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. എങ്ങനെ അടിച്ചതായിരിക്കും, എന്ത് പറ്റിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്റെ ബ്രദറും ഒരേ സ്കൂളിലാണ് പഠിച്ചത് ആ സമയത്ത്. എന്റെ ബ്രദർ ചെറുപ്പം മുതൽ ആ സ്കൂളിൽ തന്നെ ആയിരുന്നു 5ാം ക്ലാസ് വരെ. പക്ഷെ ഞാൻ 5ാം ക്ലാസ് എത്തിയപ്പോഴാണ് അവിടെ ചേർന്നത്. ഞാൻ 1 തുടങ്ങി 4 വരെ വേറെ സ്കൂളിലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു യാത്രയായിരുന്നു അത്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ അവനെ നോക്കും,
അവനെവിടെയാണെന്ന് ഭയങ്കര കെയറിങ് പോലെ ഞാൻ അവനെ നോക്കുമായിരുന്നു. അപ്പൊ അവനും ഞങ്ങളും വേറെ വേറെ അവര് ഫ്രണ്ടില്, ചെറിയ കുട്ടികളായതുകൊണ്ട് അവര് ഫ്രണ്ടില്, ഞങ്ങൾ ബാക്കിലായിരുന്നു. അപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ തരുമ്പോ അവൻ നന്നായിട്ട് ആക്ടിവിറ്റിയിലൊക്കെ ഭയങ്കര വില്ലിങ് ആയിരുന്നു. എല്ലാം ചെയ്യാനും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പൊ അവൻ അത് ചെയ്യുമ്പോഴൊക്കെ ഞാനിവിടെ ഇരുന്ന് എന്റെ അനിയനാന്ന് പറഞ്ഞ് ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറെ ആക്ടിവിറ്റീസ്, പിന്നെ ലാസ്റ്റ് നമ്മളുടെ എല്ലാവരെയും സ്കൂളിലെ എല്ലാ കുട്ടികളെയും, അതായത് ആ ഒരു സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും വെച്ചിട്ട് അവര് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അത് അവരവിടെ അത് ഫ്രെയിം ചെയ്ത് വെക്കും. അവരെ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് ഫോട്ടോ എടുത്തതും അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് 5ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോ ലാസ്റ്റ് നമ്മള് ഫൈനലൊക്കെ ആയപ്പോഴേക്കും നമ്മള് വണ്ടർലയിൽ പോയി. അതൊക്കെയാണ് എന്റെ ഓർമ്മകള്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെല്ലാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? സത്യം പറഞ്ഞാല് നമ്മളെ ഇങ്ങനെ ആക്കി എടുക്കുന്നില്ല. നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ പങ്കുണ്ടോ? ഇവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? എത്ര മാത്രമാണ് അത് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഒരു 90% ക്യാരക്ടർ ഫോർമേഷൻ വരുന്നത് ഈ ഒരു നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും എല്ലാം ഒരു 90% നമ്മളിലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മളെ എന്താ പറയാ ആക്കിയെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലേ? അങ്ങനെ ഒരു ഫോർമേഷൻ അല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ മാം, അതെ മാം. ബാക്ക്വേർഡ് ആക്കാനല്ല അല്ലേ? ഞാനെന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു. +2 വരെ അധികം ആരും ഇവിടെ സംസാരിക്കില്ല. 1-2 ഫ്രണ്ട്സ് മാത്രമാണെങ്കിൽ വളരെ ചുരുക്കം ഉണ്ടാവുക. മിണ്ടാപ്പൂച്ചാന്നാ പലരും വിളിച്ചിരുന്നത് തന്നെ. ഒന്നും മിണ്ടില്ലായിരുന്നു +2 വരെ. ക്ലാസ്സിൽ പോകുന്നു, ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ. അത്ര നന്നായിട്ട് നല്ല രീതിയിലൊന്നും പഠിക്കില്ലായിരുന്നു. +2 ആയപ്പോഴാണ് പഠിക്കണം എന്നുള്ളൊരു വിചാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അത് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ പറയാലോ നിങ്ങളോട്? പറയാലോ? ടൈം പോകുന്നു വിചാരിച്ചില്ല. അതായത് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. നിങ്ങൾക്ക് അറിയാലോ, എന്റെ ലാംഗ്വേജ് കേട്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം. എനിക്ക് മലയാളമാണ് കൂടുതൽ വഴങ്ങുന്നത്. കാരണം ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പിന്നെ മലയാളമാണ് സബ്ജക്റ്റ് ആയിട്ട് എടുത്തത് ഡിഗ്രിക്ക് പഠിക്കുന്നു. കാരണം അതിനോടുള്ള ഭയങ്കരമായിട്ടുള്ള താല്പര്യം കൊണ്ടാണ് എടുത്തത്. വായന ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോ ഞാന് 10 വരെ പഠിച്ചത് കാസർഗോഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് +2 എന്റെ വീടിന്റെ കുറച്ച് അടുത്തുള്ള ഒരു സ്കൂളിലാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഗ്രൂപ്പ് എടുത്തത്. കൊമേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോ ഞാന് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാല് ഇത് മലയാളം മീഡിയത്തിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ ഇംഗ്ലീഷിലാണ് എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിലാണ് റീഡ് ചെയ്യേണ്ടത്, എക്സാം എഴുതേണ്ടതും ഒക്കെ. അപ്പോ ആദ്യത്തെ എക്സാം കഴിഞ്ഞു, ഓണപരീക്ഷ കഴിഞ്ഞു. അതിനകത്ത് ഒരുവിധം പേപ്പറുകളൊക്കെ കിട്ടി. ആവറേജ് മാർക്കാണ്, അത്ര വലിയ പ്രതീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ സോഷ്യോളജിയുടെ പേപ്പർ തരാനായിട്ട് ടീച്ചർ വരികയാണ്. ടീച്ചറിന്റെ പേര് ഇന്ദിര എന്നാണ്. അപ്പൊ ടീച്ചർ വന്ന് മേശപ്പുറത്ത് പേപ്പർ വെച്ചപ്പോഴാണ് എല്ലാവർക്കും പേപ്പർ കൊടുത്തു കേട്ടോ. ഞാൻ എന്റെ നെഞ്ചി കിടന്നിരിക്കുക, കാരണം എന്റെ പേപ്പർ മാത്രം കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് എന്നെ വിളിച്ചിട്ട് ലാസ്റ്റാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് പേപ്പർ എന്റെ അടുത്ത് തന്നു. അന്ന് പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 80-ലാണ് പാസ് മാർക്ക്. 24 ആണ്. നിങ്ങൾക്ക് അറിയാലോ, 24 അല്ലേ പാസ് മാർക്ക്? 80 വരുന്നേ അറിയാലോ. 24 ആണ്. അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു, അശ്വതി 24 മാർക്കാണ് നിനക്ക്. അപ്പൊ ടീച്ചർ എന്നോട് സ്വകാര്യമായിട്ട് പറയാണ്, 24 മാർക്കിന് നിനക്ക് അർഹതയില്ല. കാരണം നിനക്ക് അതിലും കുറവ് മാർക്കാണ്. ഞാൻ നിന്നെ ജസ്റ്റ് ജയിപ്പിച്ചു വിട്ടിട്ടേ ഉള്ളൂ, പാസ്സാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് എനിക്ക് എന്താ പറയാ, ഇതുവരെ അങ്ങനെ ഒരു ടീച്ചർമാരും, നമുക്ക് മാർക്ക് കുറവാണെങ്കിലും ആവറേജ് ആണെങ്കിലും ഹൈ ഒന്നും മേടിക്കാൻ പറഞ്ഞാലും ഇതുവരെ എനിക്കൊരു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. കാരണം എനിക്ക് ലാംഗ്വേജ് ആ ഒരു കാര്യം
പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്, പുതിയൊരു മേഖലയിലൊക്കെ കടന്നല്ലോ, അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത്രയും ലോ മാർക്ക് കിട്ടാനായിട്ട് കാരണം. അങ്ങനെ ഞാനിത് മേടിച്ചിട്ട് പിന്നെ അന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല, സ്കൂളിലായാലും ഭക്ഷണം കഴിച്ചില്ല, വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് കരച്ചില്, എന്താ പറയാ, ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറോട്, ടീച്ചർ എനിക്ക് ഇതാണ് പ്രശ്നം, എനിക്ക് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു അന്ന് ഡിക്ഷണറി ആണുള്ളത്, അശ്വതി ടഫ് ആയിട്ടുള്ള വേർഡ്സുകളുടെ മീനിങ് ഒക്കെ ഡിക്ഷണറി വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക, അങ്ങനെ സെന്റൻസുകൾ കൂട്ടി വായിക്കാനും പഠിക്കാനൊക്കെ ശ്രമിച്ചു നോക്കുമ്പോൾ. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങി. ഒരു ചെറിയൊരു ഡിക്ഷണറി വാങ്ങിച്ച് 25 രൂപയാണെന്ന് തോന്നുന്നു അന്നൊക്കെ ചെറിയൊരു ഡിക്ഷണറിക്ക്. ആ ഡിക്ഷണറി വാങ്ങിച്ചിട്ട് ആ ഡിക്ഷണറിയിലുള്ള വാക്കുകൾ, അതുപോലെ മൊബൈൽ ഫോൺ കാര്യങ്ങളൊന്നും അന്നില്ലല്ലോ, ഡിക്ഷണറിയിൽ നിന്ന് വാക്കുകൾ കണ്ടെത്തി ഓരോ വേർഡ്സിന്റെയും മീനിങ് എഴുതി ആയിട്ട് പഠിച്ചു. രാവിലെയൊക്കെ എനിക്ക് വരുന്നു, കാരണം വാശിയായി ഇതിങ്ങനെ കാരണം നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസൾട്ടാണ് ആ നേരിട്ടത്. അപ്പോ എങ്ങനെയെങ്കിലും 4 മണിക്കൊക്കെ ഇരിക്കുമായിരുന്നു. ഈ അർത്ഥങ്ങൾ ഇങ്ങനെ മീനിങ്ങുകൾ, ഇംഗ്ലീഷ് വേർഡുകളുടെ മീനിങ് ഇങ്ങനെ കണ്ടുപിടിച്ച് അതൊക്കെ കൂട്ടിച്ചേർത്ത് സെന്റൻസുകളാക്കി പഠിക്കാനായിട്ട് തുടങ്ങി. കൂടുതൽ കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി, ഡൈജസ്റ്റുകൾ വായിക്കാൻ തുടങ്ങി, മാസികകൾ വായിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ള ചിന്തയിൽ അങ്ങനെ വായിച്ച് പിന്നെ സെക്കൻഡ് ടേം എക്സാം വന്നു. അപ്പോഴും പാസ്സായി, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. എന്നാലും അത് പാടില്ലല്ലോ, എന്തൊക്കെയോ കീഴടക്കണം എന്നുള്ളൊരു വാശി എൻ്റെ വന്നു. പ്ലസ് ഫൈനൽ, അതായത് +2 ഫൈനൽ എക്സാം ആണ്. ഫൈനൽ എക്സാമിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന സമയത്ത് ആ സ്കൂളില് സോഷ്യോളജിക്ക് A+, അതായത് 100ൽ 100 മാർക്ക് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസ് ആണ്. കാരണം ആ ഒരു ടീച്ചർ വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റ് തന്നെ മാറ്റി, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ എനിക്ക് നല്ല മാർക്ക് മേടിക്കണം ആ ഒരു കാര്യം എനിക്ക് തോന്നിയത്. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ ലോകത്തില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം. അതാണ് ഒരു എക്സ്പീരിയൻസ്. അപ്പൊ എന്താ പറയാ, ഞാനിപ്പോ എന്റെ മോനോട് പറഞ്ഞു കൊടുക്കോട്ടെ ഈ കാര്യം, പക്ഷെ അവന് ഇതൊന്നും കാര്യമായിട്ടൊന്നും കൊടുക്കാറില്ല. കാരണം ഇന്നത്തെ തലമുറയിലുള്ള പിള്ളേരാണല്ലോ, നമ്മുടെ സെയിം വേവ് ലെങ്ത് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ സെയിം പ്രായത്തോടാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്താ പറയാ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എത്രമാത്രം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ നിങ്ങളോടാണ് കേട്ടോ ആദ്യമായിട്ട് പറയുന്നത്, വേറെ സ്റ്റുഡൻസിനോട് ഞാനത് പറഞ്ഞിട്ടില്ല. നിങ്ങളോട് എന്തോ പറയാൻ തോന്നി പറഞ്ഞു. എനിക്ക് ഇതുപോലെ മാത്സ് ഭയങ്കര ടഫായിരുന്നു മിസ്. പക്ഷെ നമ്മളില്ല, നമുക്ക് എത്ര ടഫായിട്ടുള്ള വിഷയമാണെങ്കിലും അത് പഠിപ്പിക്കുന്ന ടീച്ചറിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളത് പഠിക്കും. എനിക്ക് 10th 9th വരെ മാത്സ് ഭയങ്കര പാടായിരുന്നു. 10th പക്ഷെ 10th പഠിപ്പിച്ച് ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോകാറുണ്ടായിരുന്നു. അവിടെ മാത്സ് പഠിപ്പിച്ച് അവർ മാഷാ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആ മാഷിനോടുള്ള സ്നേഹം കൊണ്ട് മാത്സ് പഠിച്ചത്. കാരണം അത്ര നന്നായിട്ട് പഠിപ്പിക്കും. നമ്മൾ എത്ര പ്രാവശ്യം തെറ്റിച്ചാലും പറഞ്ഞു തരും, വഴക്കും അറിയില്ല. ഭയങ്കര കാമായിട്ട് നമ്മളോട് നമ്മളെ എന്താ പറയാ, നമ്മളെ അച്ഛനും അമ്മയും എല്ലാം പഠിപ്പിക്കുന്നത് പോലെ ഒരു കുട്ടീനെ പോലും വഴക്ക് പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്സിന്റെ ടീച്ചർമാരോടൊക്കെ പേടിയായിരിക്കും, പെട്ടെന്ന് ഷൗട്ട് ചെയ്യും, വഴക്ക് പറയും, അടിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹം കൊണ്ട് 10ാം ക്ലാസ്സിന് മാത്സിന് നല്ല മാർക്ക് വാങ്ങിയാണ് കുട്ടികളുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചത്. അതേപോലെ നല്ല ടീച്ചേഴ്സും ഉണ്ട്, നമുക്ക് നമ്മളെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ 2 ടൈപ്പും ഉണ്ടായിരുന്നു എന്ന് പറയാ. കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കുകയും കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യമില്ലാതെ അലിഗേഷൻസ് ഉണ്ടാക്കുന്ന അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് നല്ലവരോട്, നല്ല മനസ്സുള്ളവരോട് എപ്പോ നമ്മളെപ്പോ അവരെ ഓർക്കും, അങ്ങനെയുള്ള ടീച്ചേഴ്സിന്. മാം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നേ. ഞാൻ ചെറുപ്പം മുതലേ അതായത് LKG UKG പഠിച്ചിരുന്നപ്പോ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു പഠിച്ചത്. പിന്നെ 1ാം ക്ലാസ് തുടങ്ങി നമ്മൾ മലയാളം മീഡിയത്തിലായി. പിന്നെ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ചില ടീച്ചേഴ്സ് നമ്മളോട്
ഒരു നന്നായിട്ട് പഠിക്കുന്നവരെ മാത്രം ശ്രദ്ധിക്കുന്ന ആ ഒരു ടൈമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ടീച്ചേഴ്സിന് നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നതാണെങ്കിലും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നതാണെങ്കിലും ഒരേപോലെ കുട്ടികളെ മാനേജ് ചെയ്യുന്ന ടീച്ചേഴ്സാണ് ഇപ്പൊ കൂടുതലും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിപ്പോ കൂടുതലും അങ്ങനെയാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. ഞാൻ 1-ാം ക്ലാസ് മുതൽ പഠിച്ചതിൽ 1-2 ടീച്ചേഴ്സ് മാത്രം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളവും പിന്നെ ഹിന്ദി പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ശ്രീദേവി എന്ന് പറയുന്നത്. 4-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോഴാണ് ആ ടീച്ചറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഈ കഴിഞ്ഞ മാസം ഞാൻ ടീച്ചറിനെ കണ്ടിരുന്നു. ആ സ്നേഹം ഇന്നും ടീച്ചറെ ഞാൻ വർഷങ്ങളെത്തിയാണ് കാണുന്നത്. പക്ഷെ ആ ടീച്ചറിന്റെ ആ സ്നേഹം ഇന്നും നമ്മളോട് ഉണ്ട്. ഞാൻ ടീച്ചറിനെ കണ്ടപ്പോ തന്നെ മിസ്സേ എവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അങ്ങനെ ചില ടീച്ചേഴ്സ് ഉണ്ട് എന്റെ ജീവിതത്തിൽ. ഒരുപാട് അങ്ങനെ നല്ല ടീച്ചേഴ്സും അല്ല മോശം ടീച്ചേഴ്സും ഉണ്ടായ ഒരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു ആവറേജ് സ്റ്റുഡന്റ് കാറ്റഗറിയിലാണ് ഞാൻ നിന്നിരുന്നത്. ഞാൻ എന്റെ ഡിഗ്രി പഠിച്ചത് ഞാൻ മ്യൂസിക് കോളേജിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് അക്കൗണ്ടൻസി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു. കാരണം നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ അക്കൗണ്ടൻസി നമുക്ക് സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അക്കൗണ്ടൻസി തന്നെ പല പാട്ടുണ്ട് പഠിക്കാനായിട്ട്. പല സബ്ജക്റ്റ് ആയിട്ട് അക്കൗണ്ടൻസി മാത്രമുണ്ട്. അപ്പൊ നമ്മള് ബികോം ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിയിൽ ഒരു ടീച്ചർ മാത്രമുണ്ട്, ശുഭ എന്ന് പറയുന്ന മിസ്സിനെ ഞാൻ എന്നും ഓർക്കും. ആ മിസ് നന്നായിട്ട് ക്ലാസ് എടുക്കും. അതേ സമയത്ത് വേറൊരു സാറുണ്ട് അക്കൗണ്ടൻസി എന്ന് പഠിപ്പിക്കുന്നത്. അതൊരു പ്രൊഫസറാണ്. അപ്പൊ സാറിനെ അവിടെ വിളിച്ചു വരുത്തിയാണ്. ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ബികോമിൽ. വിളിച്ചു വരുത്തിയാണ്. പക്ഷെ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾ മാത്രം അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സാറിന്റെ വിഷയത്തിൽ എനിക്ക് മാർക്കില്ല. അതേ സമയത്ത് മറ്റേ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന മിസ്സിന്റെ സബ്ജക്റ്റിൽ എനിക്ക് മാർക്കുണ്ട്. അങ്ങനെ ഡിഗ്രി ഒരുവിധം തട്ടിക്കൂട്ടി കംപ്ലീറ്റ് ചെയ്തു ഞാൻ. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോകാതെ ഒരു വർഷം, പിന്നെ ഞാൻ ഹയർ സ്റ്റഡീസിന് പോകാതെ ഒരു വർഷത്തോളം ഞാൻ വെറുതെ ഇരുന്നു വീട്ടില്. അപ്പൊ വീട്ടില് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് JDC പഠിക്കാൻ പോകണം, അത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ JDC പഠിക്കാൻ പോയി. ആ സമയത്ത് എനിക്ക് വീട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ഓർമ്മക്കുറവായിട്ട് ഇങ്ങനെ ആരും ഇല്ല നോക്കാൻ എന്റെ വീട്ടില്. എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അച്ഛനെ നോക്കുന്ന വീട്ടിലെ ആന്റി ആണെങ്കിൽ 3rd ഡെലിവറിക്ക് പോയിട്ട് 2 കുഞ്ഞിനും ആന്റിക്കും കുറച്ച് സീരിയസ് ആയിപ്പോയി. അവർ ICUലൊക്കെ ആയിരുന്നു. 2 കിട്ടൂല എന്നൊക്കെ പറഞ്ഞതാ. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് 10 മണിക്ക് ക്ലാസ് തുടങ്ങും, 3:30 ക്ലാസ് കഴിയുള്ളൂ. പക്ഷെ ഞാൻ ക്ലാസ്സിന് കയറുന്ന സമയം 10:30ക്കാണ്. 10:30ക്ക് കയറും, 3 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും. അപ്പൊ 2-3 പ്രാവശ്യമായിട്ട് മിസ് അത് നോട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പളാണ്, ലളിത എന്നാണ് പ്രിൻസിപ്പളുടെ പേര്. എന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ആക്റ്റീവ് ആണ്. പക്ഷെ ഞാൻ ക്ലാസ്സിൽ ഇപ്പൊ വൈകി ചെന്നാലും ഞാൻ നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കും. ആ ബ്രേക്കിന്റെ സമയത്ത് ഞാനിരുന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്യും, ഞാൻ പഠിക്കും. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെ അച്ഛനെ നോക്കുന്നുണ്ടായിരിക്കില്ല. കാരണം മോഷനൊക്കെ പോവും, യൂറിനൊക്കെ പാസ് ചെയ്യും. അതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. വീട്ടിൽ ആരും ഇല്ല വേറെ ചെയ്യാൻ. പോരാത്തതിന് 2 കുട്ടികളുണ്ട് അവിടെ. ആ കുട്ടികളെ ഞാൻ സ്കൂളിൽ അയക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, അതിനിടയ്ക്ക് എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ, സ്കൂളിൽ പഠിക്കാനായിട്ട് പോകണം. അങ്ങനെ ആ ഒരു തിരക്കിന്റെ ഇടയ്ക്കാണ് ഞാൻ എന്റെ എക്സാം അടുത്തിരിക്കുന്ന സമയത്താണ് കുറച്ചും കൂടെ പ്രശ്നമായി. കാരണം അച്ഛൻ ഉറങ്ങില്ല, രാത്രി ഒച്ചയാണ്, അയ്യോ അമ്മ അതൊക്കെ ഭയങ്കര ഒച്ചയാണ്. ആ സമയത്ത് എനിക്ക് പഠിക്കാനും പറ്റുന്നില്ല. ഞാൻ സ്കൂളിൽ വരുന്ന സമയത്താണ് എനിക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നത്. ആ സമയത്ത് ഞാൻ പഠിക്കും. ടീച്ചർ അപ്പൊ നോട്ട് ചെയ്യാൻ തുടങ്ങി. എന്ത് പറ്റി, എന്നെ വിളിച്ചു, പേഴ്സണലി വിളിപ്പിച്ചു. ഞാൻ അപ്പൊ എന്ത് പറ്റി ഗ്രീഷ്മ, വൈകി എന്താ വരുന്നത്, നേരത്തെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു. ടീച്ചറിന് കുഴപ്പമില്ല കേട്ടോ, ഞാൻ കയറിക്കോ, ഞാൻ അറ്റൻഡൻസ് ഞാൻ ഇട്ടേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മിസ് അന്ന് തുടങ്ങി എന്നെ നോട്ട് ചെയ്യുന്നതാ. അറ്റൻഡൻസ് ഇടും കൃത്യമായിട്ട്. ആ മിസ് ഹെഡ് മിസ്റ്റർ പഠിപ്പിക്കും, അക്കൗണ്ടൻസി ഹെഡ് മിസ്റ്റർ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ സബ്ജക്റ്റിന് എനിക്ക് ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റാ. എല്ലാ സ്റ്റുഡൻസും വന്ന് ഡൗട്ട് ചോദിക്കുന്നത് എന്റെ അടുത്താ. അത് എനിക്ക് തന്നെ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം ഞാൻ അക്കൗണ്ടൻസി ഒട്ടും ഇഷ്ടമില്ലാത്തിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അറിയില്ല അക്കൗണ്ടൻസി. പക്ഷെ ആ മിസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഏറ്റവും നന്നായിട്ട് അക്കൗണ്ടൻസി പഠിച്ചത് ആ മിസ്സിന്റെ ക്ലാസ്സിലാണ്. അതുകൊണ്ട് ആ മിസ്സിനോടും എനിക്കുള്ള സ്നേഹം കൊണ്ടിട്ട് ഞാൻ അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്കാണ് മേടിച്ചത്. ഞാൻ JDC എക്സാമിന് ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിച്ചാണ് ഞാൻ പാസ്സായത്. അതിനെനിക്ക് ഇപ്പോഴും വളരെ അഭിമാനമുണ്ട്. ഞാൻ ഇപ്പോഴും ഭയങ്കര പ്രൗഡായിട്ടുള്ളത് എല്ലാവരോടും പറയുന്നത്. ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. കാരണം എനിക്ക് പഠിക്കാൻ ഒട്ടും സമയമില്ല. വീട്ടിലുള്ളവരെ നോക്കണം, കുട്ടികളെ നോക്കണം, അവരെ സ്കൂളിൽ വിടണം. അതെല്ലാം ട്രാവലുണ്ട്, നമുക്ക് അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് വരണമെങ്കിൽ. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു. ഞാൻ മിസ്സിനോട് പറഞ്ഞു, മിസ്സേ എന്നെ പ്രതീക്ഷിക്കരുത്, എനിക്ക് മാർക്ക് ഉണ്ടാവില്ല, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നെ പ്രതീക്ഷിക്കരുത്. പഠിക്ക ഗ്രീഷ്മ, പഠിക്ക, എന്തായാലും പറ്റും എന്ന് പറഞ്ഞു.
അങ്ങനെ മിസ് എനിക്ക് ധൈര്യം തന്നു. എന്നെ പഠിപ്പിച്ച അന്ന് അവിടെ പഠിപ്പിച്ച എല്ലാ മിസ്സും, എനിക്ക് എല്ലാ സബ്ജക്ട് എടുത്ത മിസ്സുമാരും എനിക്ക് ഇപ്പോഴും അവർ മറക്കാൻ പറ്റില്ല. എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്, ക്ലാസ്സിലാണെങ്കിലും ഭയങ്കര ടോക്കറ്റീവ് ആണ്. പക്ഷെ ക്ലാസ്സിൽ ശ്രദ്ധിക്കും, ഞാൻ സംസാരിക്കുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കും. മിസ് അവിടെ നിന്ന് സ്പോട്ടിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആ അസൈൻമെന്റ് ഫുള്ള് ഞാൻ തിരുപ്പിന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഞാൻ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നു, ക്ലാസ്സിൽ എന്നെ മിസ് പൊക്കി. ഗ്രീഷ്മ എഴുന്നേക്കും, കമ്പ്യൂട്ടറിൽ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊക്കെ പറയുന്നത്. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഓൺ ദ സ്പോട്ടിൽ അതൊരു പച്ചവെള്ളം പോലെ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്റെ ഓർമ്മയിൽ, എനിക്ക് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എന്റെ ഓർമ്മയിൽ നിൽക്കും. അപ്പൊ ഞാനത് മിസ് ചോദിച്ചപ്പോ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇരുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ എല്ലാ സ്റ്റുഡൻസ് എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. നമുക്ക് ഓരോ ടീച്ചർ, അവിടെ എല്ലാ ടീച്ചർമാരും നല്ല കെയറിങ്ങും സപ്പോർട്ടും എല്ലാമായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോന്നപ്പോ എനിക്ക് ഒരുപാട് വിഷമമായി. അയ്യോ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് എനിക്ക് അത്രയും വിഷമമായി. പക്ഷെ ഇപ്പോഴും മിസ് എന്നെ കണ്ടു കഴിഞ്ഞാലും മിസ് എപ്പോഴും എന്നെ ഓർക്കും. അതെനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴും ഞാനത് എന്റെ ഒരു ദൈവാനുഗ്രഹം പോലെ കാണുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഗ്രീഷ്മയുടെ എക്സ്പീരിയൻസ് കേട്ടല്ലോ. ഇങ്ങനെ പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അത് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? മാം ഞാനാണ്. ഷമ്മയല്ലേ? ഷമ്മ ആണോ? ഷംന. Good morning, teacher, and all my dear friends. First of all, thank you to Ashwati ma'am for spending your valuable time with us, and also sharing your knowledge and your experience, ma'am. When you share your experience, we also just passing through our past experiences. So very much thank you for sharing your experience, ma'am. We just getting the I don't know what to say. That's a proud moment, I think. Just you when you share your experience, and thank you, ma'am. Thank you so much. And today I'm teach about the uniform fees and general tour and about local tour and etc. And next will teach, ma'am. Thank you. And I thank you to my friends also for sharing your own experience and for your coordinations to our class. And I would like to share one thought also. Thought is, don't be afraid to start again. This time you are not starting from scratch. You are starting from experiences. And it means ഒരു പ്രാവശ്യം തോൽക്കുമ്പോൾ ഓർക്കുക, അത് നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയാണെന്ന്. വീണ്ടും ശ്രമിക്കുക. തോൽവി പോരായ്മയല്ല, അത് അനുഭവമാണ്. മുന്നോട്ടുള്ള വിജയത്തിന്റെ വഴികാട്ടിയാണ്. And thank you, ma'am. Thank you to all. And this is sign out by Shamna from Trivandrum. Have a nice day, all. Okay, thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.